ഹലോ. ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കാൻ നേരത്ത് അതിൻ്റെ വിജയപരാജയം തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രൈസ് എന്നുള്ളത്. അതിൻ്റെ വില നോക്കിയിട്ടാണ് കസ്റ്റമേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യണത്. നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിൽ, അതായത് ആദ്യം വില എത്ര എന്ന് ചോദിച്ചിട്ടാണ് ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ആളുകൾ നോക്കണേ. വളരെ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റുകളിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കാൻ നേരത്ത് അതിൻ്റെ വില നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സൊസൈറ്റി, ആ ഒരു ടാർഗറ്റ് മാർക്കറ്റിന് നമ്മളുടെ പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് കഥ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇന്നോവേഷൻ്റെ കഥ പറഞ്ഞിട്ടും കാര്യമില്ല, വാല്യൂ അഡീഷൻ്റെ കഥ പറഞ്ഞിട്ടും കാര്യമില്ല, പ്രൊഡക്റ്റ് ക്വാളിറ്റിയുടെ കഥ പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു കഥയും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൈസ് കറക്റ്റ് അല്ലേ, ആ പ്രൊഡക്റ്റ് വിറ്റ് പോകില്ല. അതായത് ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് ഒരു 500 രൂപ പ്രോഫിറ്റ് വേണമെന്ന് വിചാരിക്കാം. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 500 രൂപ പ്രോഫിറ്റ് വേണം. നിങ്ങളത് ഒരു സെയിലിൽ നിന്ന് 500 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാതെ 10 കസ്റ്റമേഴ്സിനെ പിടിക്കുക. അതായത് ഒറ്റ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ 500 രൂപ പ്രോഫിറ്റ് എടുക്കാൻ നോക്കാൻ നേരത്തെ അവിടെ സെയിൽ നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് ആ പ്രൈസ് താങ്ങാൻ പറ്റില്ല. പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കസ്റ്റമേഴ്സിൽ നിന്ന് 50 രൂപ ലാഭം എടുത്ത് നിങ്ങൾ സെല്ല് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 500 രൂപ എന്നുള്ള പ്രോഫിറ്റ് ടാർഗറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇതില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറുടെ മുകളിലേക്കായിരിക്കും ഈ കംപ്ലീറ്റ് ചാർജുകളും നിങ്ങൾ ഈടാക്കണേ. അപ്പോൾ എന്താ വെച്ചാൽ കസ്റ്റമറുടെ അഫോർഡബിലിറ്റി റേഞ്ച് വിട്ടുപോകും. ഇവിടെ ഞാൻ 500 എന്നുള്ളത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. പല പ്രൊഡക്റ്റ് കാറ്റഗറികളിൽ പല പല റേറ്റ് ആണ്. 500 ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അതായത് നിങ്ങൾ മാക്സിമം വോളിയത്തിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക, സെയിൽസിൻ്റെ എണ്ണത്തിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വരെയാണ്, നിങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്. 500 രൂപ ഒറ്റ കസ്റ്റമറിൽ നിന്ന് നമ്മൾ ലാഭം എടുക്കാൻ നേരത്ത് ആ കസ്റ്റമർക്ക് ഒരു പക്ഷേ അത് താങ്ങാൻ പറ്റില്ല. നിങ്ങൾക്കാണെങ്കിൽ 500 രൂപ പ്രോഫിറ്റ് തൊട്ട് വേണം താനും. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കസ്റ്റമേഴ്സിൽ നിന്ന് 50 രൂപ പ്രോഫിറ്റ് എടുത്ത് സെയിൽസ് വോളിയം കൂട്ടിയിട്ട് നിങ്ങൾ ആ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ നോക്കുക. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാരാളം കസ്റ്റമേഴ്സിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തും. നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക് എത്താൻ നേരത്ത് ആ കസ്റ്റമേഴ്സ് അടുത്ത കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അത് പറയും, അടുത്ത ആളുകളോട്, അവരുടെ ഫാമിലി ഫ്രണ്ട്സിനോടല്ലാതെ അത് പറയും. അപ്പോൾ വേർഡ് ഓഫ് മൗത്തിലൂടെ നമുക്കൊരു മാർക്കറ്റിംഗ് അവിടെ കിട്ടുകയാണ്. അവിടെ നമ്മൾ പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് ബജറ്റ് സ്പെൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഒറ്റ കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യണേ, ഒറ്റൊരു കസ്റ്റമറെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒറ്റയും തെറ്റായിട്ടുള്ള കുറച്ച് സെയിലുകൾ മാത്രമേ ഇവിടെ നടക്കുള്ളൂ. അധികം കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കില്ല. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഒരു കീ ഹോൾഡർ സെല്ല് ചെയ്ത ടൈമിൽ ചെറിയ ലാഭം മാത്രമാണ് ഞാൻ എടുത്തത്. 60 രൂപ 70 രൂപ ലാഭം മാത്രം എടുത്ത് ഞാൻ ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് തരുന്നു. അപ്പോൾ ചില പ്രൊഡക്റ്റുകൾ റിട്ടേൺ വരും. അങ്ങനെ റിട്ടേൺ വരാൻ നേരത്ത് ഞാൻ വിചാരിച്ചു ഇത് നഷ്ടമുള്ള ആകെ 70 രൂപയേ ഉള്ളൂ, അപ്പോൾ പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മാസം കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ 70% വന്നത് ഈ ഒരു ചെറിയ ലാഭത്തിൽ വിൽക്കുന്ന പ്രൊഡക്റ്റിൽ നിന്നാണ്. അപ്പോൾ ഒറ്റയടിക്ക് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു 70% അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ അതൊരു നല്ല സ്ട്രാറ്റജി അല്ല. ഒരു കുറച്ച് റിട്ടേൺ വന്നെന്ന് കരുതി നമുക്കത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് വോളിയത്തിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മൾ ചെറിയ ലാഭം എടുത്തിട്ട് ധാരാളം കസ്റ്റമേഴ്സിന് വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് എത്തും. അതുമൂലം വേർഡ് ഓഫ് മൗത്ത് മൂലം നമുക്ക് വീണ്ടും സെയിലുകൾ വരും, റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിൽ വരും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ളൊരു മാർക്കറ്റിൽ, ഇത്രയും പോപ്പുലസ് ആയിട്ടുള്ളൊരു മാർക്കറ്റിൽ നമുക്ക് പയറ്റാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ് ഈ ഹൈ വോളിയത്തിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ആ വീഡിയോയിൽ ഞാൻ പറയേണ്ട ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളിലും 3 കാര്യങ്ങളിലും ഒരു കാര്യമാണ് പ്രൈസ് എന്നുള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാൻ നേരത്ത് ഒരു മാർക്കറ്റിലെ വൈഡർ ഓഡിയൻസിന്, വൈഡർ കസ്റ്റമർ റേഞ്ചിലേക്ക് പോകാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം. അതായത് പ്രായ വ്യത്യാസമില്ലാതെ, ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ, തമിഴൻ മലയാളി വ്യത്യാസമില്ലാതെ വലിയൊരു വിഭാഗം കസ്റ്റമേഴ്സിലേക്ക് എത്തിപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സെയിൽസ് വോളിയം കൂടും. പിന്നെ തരക്കേടില്ലാത്ത ക്വാളിറ്റിയിൽ കൊടുക്കണം. തരക്കേടില്ലാത്ത ക്വാളിറ്റി കൊടുക്കാൻ പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പീറ്റഡ് സെയിൽ നമുക്ക് കിട്ടും. ആദ്യ സെയിലിൽ തന്നെ മോശമായിട്ടുള്ള പ്രൊഡക്റ്റ് കസ്റ്റമറിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് കസ്റ്റമറെ റിട്ടേൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിപ്പീറ്റഡ് സെയിൽ അവിടെ നഷ്ടമാവുകയാണ്. പിന്നെ ആ കസ്റ്റമർ വേറൊരാൾക്കത് ഇത് സജസ്റ്റ് ചെയ്യൂല നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ തരക്കേടില്ലാത്ത ക്വാളിറ്റി നോക്കണം. കഴിഞ്ഞിട്ടില്ല, പിന്നത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അഫോർഡബിൾ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിത്തെ എല്ലാം ശരിയായി, നമ്മുടെ പ്രൈസ് കറക്റ്റ് ആയില്ലെന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റ് വിറ്റ് പോകില്ല. പല സംരംഭകർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈ അടുത്തൊരു സംരംഭകനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസിനറേറ്റർ ആണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ സൈഡിൽ കൊടുക്കുക അതെന്താണെന്നുള്ളത്.
ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഒക്കെ കത്തിക്കണ ഒരു ശാസ്ത്രീയമായിട്ട് വേസ്റ്റ് കത്തിക്കണ ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് ഒന്നാമത് ഇതിന് നല്ല വലിപ്പമാണ്, നല്ല വലിപ്പമുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ കസ്റ്റമേഴ്സിനും ആവശ്യമായിട്ട് വന്നില്ല. സൊസൈറ്റിയിലെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇത് ആവശ്യമായിട്ട് വന്നുള്ളൂ. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകൾ, വലിയ ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റ്സ്, അതുപോലെ റെസിഡൻസ് അസോസിയേഷൻസ്, സ്ഥലമില്ലാത്ത ആളുകൾ, അങ്ങനത്തെ സിറ്റിയിലൊക്കെ താമസിക്കുന്നവരാണ് ഈ പ്രൊഡക്റ്റ് അധികമായിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇടുങ്ങിയൊരു മാർക്കറ്റാണത്. വളരെ ചെറിയൊരു വിഭാഗം കസ്റ്റമേഴ്സിനാണ് ആവശ്യം വന്നുള്ളൂ. പിന്നെ അതൊന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ മെയിൻ പ്രശ്നം. ഇദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 35,000 രൂപയാണ്. 35,000 രൂപ കൊടുത്താലാണ് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇദ്ദേഹം തുടങ്ങിയ സമയത്ത് ചെറിയൊരു നീഷ് മാർക്കറ്റാണല്ലോ. ഇദ്ദേഹം തുടങ്ങിയ സമയത്ത് നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലുകൾ, ഫ്ലാറ്റുകളിലൊക്കെ തരക്കേടില്ലാണ്ട് മൂവ് ചെയ്തു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ജില്ലയിലുള്ള ഏറെക്കുറെയൊക്കെ അദ്ദേഹം കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ കസ്റ്റമർ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുങ്ങിയ മാർക്കറ്റാണല്ലോ, കസ്റ്റമേഴ്സ് വേറെ ഇല്ല. ഇനി കസ്റ്റമറെ കണ്ടുപിടിക്കണമെങ്കിൽ പുതിയ മാർക്കറ്റ് തേടി പോകണം. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ അതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ 2 പേർക്കും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ഇദ്ദേഹത്തിനും പറ്റിയത് അതാണ്. ഇദ്ദേഹം പാലക്കാട് ജില്ലയിലായിരുന്നു. മറ്റ് ജില്ലകളിലേക്ക് സ്പ്രെഡ് ആവാൻ നോക്കിയപ്പോൾ അവിടെ വേറെ കോമ്പറ്റീഷനും കാര്യങ്ങളും എല്ലാം വന്നു. പിന്നെ സെയിൽ നടക്കണില്ല. പിന്നെ ഈ പ്രൊഡക്റ്റിന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ പ്രൊഡക്റ്റിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ ബോധവൽക്കരിച്ചതിന് ശേഷം മാത്രമാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ബോധവൽക്കരിച്ച കസ്റ്റമറിൽ എത്ര പേർക്ക് അതിനെപ്പറ്റിയുള്ള ബോധം വന്നെന്നുള്ളതൊരു ചോദ്യം. ഇനി ആ ബോധം വന്ന കസ്റ്റമേഴ്സിൽ 35,000 കൊടുത്ത് ഇത് വാങ്ങുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. അപ്പോൾ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ് അദ്ദേഹം പിടിച്ചത്. ഇതിനെപ്പറ്റി 2 ദിവസം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. ഈ ലോറി ഗ്രൈനറുടെ ബുക്കിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ ആ സംരംഭക ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, വൈഡ് റേഞ്ച് കസ്റ്റമറിലേക്ക് പോകുന്ന പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഇത് അധിക കസ്റ്റമേഴ്സിനും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. ഇനി ഉപകാരപ്പെട്ടാൽ തന്നെയും കസ്റ്റമേഴ്സിന് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഇത് വാങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഈ പ്രൊഡക്റ്റ് എന്താണ് ഇതിനൊരു ചീപ്പായിട്ടുള്ള സൊല്യൂഷൻ? 35,000 രൂപ കൊടുത്ത് വേസ്റ്റ് കത്തിക്കേണ്ട ഒരു കാര്യം അധിക ഹൗസ് ഹോൾഡിനും ഇല്ല. അപ്പോൾ അവരെന്താണ് സൊല്യൂഷൻ കാണുന്നതെന്ന് വെച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു തന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടാറിൻ്റെയൊക്കെ ഇരുമ്പ് വീപ്പ ഉണ്ടല്ലോ, ഈ ഇരുമ്പ് വീപ്പയുടെ അകത്തിട്ടാണ് പല ആളുകളും ഇത് കത്തിക്കണത്. അവിടെ ഒരു ചീപ്പ് സൊല്യൂഷനും ഉണ്ട്. അത് ചിലപ്പോൾ 10,000-2,000 രൂപയുടെ അകത്ത് നിൽക്കുന്ന കാര്യമാണ്. 2,000 രൂപ ഇവിടെ ചീപ്പ് സൊല്യൂഷൻ ഉള്ളപ്പോൾ 35,000-ൻ്റെ ഒരു സൊല്യൂഷൻ ഒരു സാധാ കസ്റ്റമർ എന്തായാലും എടുക്കൂല. അപ്പോഴാണ് അദ്ദേഹം ഇതേപോലെ ഹോസ്പിറ്റലുകൾ, മറ്റു കാര്യങ്ങളെല്ലാം തിരഞ്ഞു നടന്നത്. കസ്റ്റമർ ഇല്ല, വേണ്ടത്ര കസ്റ്റമർ ഇല്ല. പ്രൊഡക്റ്റ് അവിടെ ഉണ്ടെങ്കിലും ശരിയാണ് അദ്ദേഹം പറയുന്നത്, ശാസ്ത്രീയമായിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിലും ഇത് വാങ്ങാനുള്ള കസ്റ്റമേഴ്സ് ഇല്ല. പിന്നെ വേറൊരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വലിപ്പമുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഓൺലൈനിലും ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിപ്പമുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു ഓർഡർ ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ലോറിയിൽ കയറ്റി തൊഴിലാളികളെയും കൊണ്ടുപോയി ഫിക്സ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ വലിയ ട്രാൻസ്പോർട്ടേഷൻ ഫീയും കാര്യങ്ങളും എല്ലാം വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓൺലൈനിലും സ്യൂട്ടബിൾ ആവാത്തൊരു പ്രൊഡക്റ്റാണ്. ഇതാണ് നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ടാർഗറ്റ് ചെയ്യണ മാർക്കറ്റിനെ അത് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു കഥയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ തന്നെ വേറൊരു സംരംഭക സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ നിന്ന് ഈ റോബോട്ടിക് വാക്യൂം ക്ലീനർ ഇമ്പോർട്ട് ചെയ്യുക. 40,000 രൂപയ്ക്ക് എന്തോ അവിടെ കിട്ടും. അദ്ദേഹത്തിൻ്റെ കോസ്റ്റും ലാഭവും എല്ലാം ആഡ് ചെയ്യാൻ നേരത്ത് 1.5 ലക്ഷം രൂപ ഇതിന് വില വരും. ഈ 1.5 ലക്ഷം രൂപ വില തന്നെ റോബോട്ടിക് വാക്യൂം ക്ലീനർ. അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരുപാട് പ്രായമായിട്ടുള്ള മാതാപിതാക്കളൊക്കെ വീടുകളിലുണ്ടല്ലോ, പലരും വിദേശത്താണ്. അപ്പോൾ അവർക്കതൊരു ഉപകാരമാവും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിലയാണ്. 1.5 ലക്ഷം രൂപ കൊടുത്ത് ഈവൻ എന്താ പറയുക, വിദേശത്തുള്ള ആളുകൾ പോലും ഈ സംഗതി മാതാപിതാക്കളെയൊക്കെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ വാങ്ങാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒരാളെ ജോലിക്ക് നിർത്തിയാൽ മതി. ഒരു 10,000 രൂപ കൊടുത്ത് ഒരു മാസം ഒരാളെ ജോലിക്ക് നിർത്തി കഴിഞ്ഞാൽ ഈ റോബോട്ടിക് വാക്യൂം ക്ലീനർ ചെയ്യുന്ന പണീനേക്കാൾ കൂടുതൽ അവർ ചെയ്യും, മറ്റെന്തെങ്കിലും ഹെൽപ്പുകളും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് വലിയ ഗുണമല്ല. ഞാൻ പറയണ ഒറ്റ സെയിലും വരില്ല എന്നുള്ള രീതിയിലല്ല, ഒരു സെയിലും വരില്ല, ആരും നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങൂല എന്നുള്ള രീതിയിലല്ല പറയണത്. ഒറ്റയും തെറ്റൊക്കെ ആയിട്ട് സെയിലുകൾ വന്നേക്കാം, പക്ഷെ അത് സ്കെയിലപ്പ് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഓരോ സമയത്തും പുതിയ പുതിയ മാർക്കറ്റ് തേടിപ്പോയി പുതിയ കസ്റ്റമറെ കണ്ടുപിടിക്കാനുള്ള അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ മാർക്കറ്റിൽ അധികം ആളുകൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ്, തരക്കേടില്ലാത്ത ക്വാളിറ്റിയിൽ വൈഡ് റേഞ്ചിൽ നമുക്ക് ഈ വൈഡ് റേഞ്ച് കസ്റ്റമേഴ്സിലേക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് പെട്ടെന്ന് വിറ്റുപോകും. അപ്പോൾ ലാർജ് വോളിയത്തിൽ സെല്ല് ചെയ്യാൻ നമ്മൾ പരമാവധി നോക്കാം. പിന്നെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ട്രാറ്റജിയാണ് അധിക സമയത്തും വർക്കൗട്ട് ആവുള്ളൂ.
കാരണം നല്ല വിലയുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങി വെക്കണമെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ചെറിയ വിലയിലുള്ള പ്രൊഡക്റ്റ്, ചെറിയ ഇതിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ ലാർജ് വോളിയത്തിൽ മൂവ് ചെയ്യുക. സെയിൽസിൻ്റെ നമ്പർ കൂട്ടി സെല്ല് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് തരക്കേടില്ലാത്ത പ്രോഫിറ്റ് അവിടെ ലഭിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ പ്രൊഡക്റ്റിനും സർവീസിനും വില തീരുമാനിക്കാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ കോമ്പറ്റീഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം കോമ്പറ്റീറ്റർ എന്ത് പ്രൈസിനാണ് അത് വിൽക്കണമെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം കോമ്പറ്റീറ്റർ വിൽക്കുന്നതിനേക്കാൾ ഒരുപാട് വില കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനാണല്ലോ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേ സൊല്യൂഷൻ കൊടുക്കുന്ന ആളാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കോമ്പറ്റീറ്റർ എന്ത് വിലക്കാണ് വിൽക്കണമെന്നുള്ളത് നിങ്ങൾ നോക്കണം. ആ കോമ്പറ്റീറ്റർ വിൽക്കുന്നതിനേക്കാളും നല്ല വില കൂട്ടി വിൽക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള കാരണം അതിലില്ലെങ്കിൽ, കസ്റ്റമർ നീതീകരിക്കാവുന്ന ഒരു കാരണം അവിടെ ഇല്ലെങ്കിൽ കസ്റ്റമർ എപ്പോഴും ചീപ്പ് സൊല്യൂഷനെ പിക്ക് ചെയ്യുള്ളൂ, വില കുറഞ്ഞ സൊല്യൂഷനെ പിക്ക് ചെയ്യുള്ളൂ. പിന്നെ കോമ്പറ്റീറ്റർ ഇടുന്ന പ്രൈസിനേക്കാളും വളരെ കുറഞ്ഞ റേറ്റിൽ നമ്മൾ സെല്ല് ചെയ്യാൻ നോക്കിയാൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. കസ്റ്റമറുടെ മനസ്സിലൊരു ഡൗട്ട് വരും. കാരണം ഇതിന് ക്വാളിറ്റി കുറവാണോ എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പോൾ കോമ്പറ്റീറ്ററുടെ പ്രൈസും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. അവർ വിൽക്കുന്ന സെയിം റേറ്റിൽ തന്നെ വിൽക്കണമെന്നുള്ള രീതിയിലല്ല ഞാൻ പറയണത്. അവരിൽ നിന്ന് ഒരുപാട് താഴ്ന്നും പോകാൻ പാടില്ല, ഒരുപാട് കൂടിയും പോകാൻ പാടില്ല. ഇനി വില കൂട്ടി വിൽക്കാൻ നേരത്തെ അതിന് തക്കതായിട്ടുള്ള ഒരു റീസൺ വേണം. ഈ റീസൺ അതിന് നിങ്ങൾ പറയുന്ന റീസൺ ആയിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു വാല്യൂ അഡീഷൻ ആയിട്ട് കാര്യമില്ല. കസ്റ്റമർ അതിന് വാല്യൂ ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമാണ് കസ്റ്റമർ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് എന്ന് വാങ്ങുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചീപ്പ് സൊല്യൂഷനിലേക്ക് കസ്റ്റമേഴ്സ് പോകും. അപ്പോൾ കോമ്പറ്റീറ്ററുടെ പ്രൈസും നിങ്ങൾ മുഖവിലക്ക് എടുക്കണം. പിന്നെ പലരും ഈ റീസൺ പറയാൻ നേരത്ത്, വില കൂട്ടി വെക്കാൻ നേരത്ത് അതിന് റീസൺ പലരും കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കസ്റ്റമേഴ്സും അത് കേട്ടിരിക്കും, നിങ്ങൾ പറയണ എഗ്രി ചെയ്യും, എന്നിട്ട് അവർ ചീപ്പർ സൊല്യൂഷൻ വാങ്ങിക്കും. ഇതാണ് ഒരു മെയിൻ പ്രോബ്ലം. നമുക്ക് പറയുമ്പോൾ അങ്ങനെ പറയാം, പരിസ്ഥിതി സംരക്ഷണം എന്നൊക്കെ പറയാം. പക്ഷെ അധിക കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാശ് എക്സ്ട്രാ സ്പെൻഡ് ചെയ്തുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം വേണ്ട എന്നുള്ളൊരു രീതിയിലാണ് അവരുടെ ഒരു ബിഹേവിയർ വന്നത്. അപ്പോൾ കസ്റ്റമർ എന്ത് പറയുന്നു എന്നുള്ളതല്ല നോക്കേണ്ടത്, നിങ്ങൾ പറഞ്ഞതിനോട് കസ്റ്റമർ എഗ്രി ചെയ്തോ ഇല്ല എന്നുള്ള കാര്യമല്ല നോക്കേണ്ടത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ അവരുടെ പൈസ പേ ചെയ്ത് അത് വാങ്ങിയോ എന്നുള്ളതാണ്. കാരണം ഒരുപാട് വില കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എപ്പോഴും ചീപ്പർ സൊല്യൂഷൻ ആയിരിക്കും പിക്ക് ചെയ്യണത്. ഇപ്പം ഞാൻ ആ ഇൻസിനറേറ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതാണ് അദ്ദേഹത്തിൻ്റെ വാദപ്രകാരം. പക്ഷേ കസ്റ്റമർക്ക് അവിടെ ചീപ്പർ സൊല്യൂഷൻ ഉണ്ട്. ഈ 2000 രൂപക്ക് മറ്റേ VP ഒക്കെ വാങ്ങിച്ച് ഇരുമ്പിൻ്റെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചീപ്പർ സൊല്യൂഷൻ ഉണ്ട്. 35,000 രൂപ ആ പ്രൈസ് ഡിഫറൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും വലിയ ഉദാഹരണം ഈ ഐഫോണിൻ്റെ ഫാൻസ് ഒരുപാടുണ്ട്. ഐഫോൺ ജീവിതത്തിൽ ഇന്ന് വരെ തൊട്ട് നോക്കാൻ പറ്റാത്ത ഒരുപാട് ഐഫോൺ ഫാൻസ് ഉള്ള നാടാണ് നമ്മുടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിൻ്റെ പ്രൈസ്, പുതിയ ഐഫോണിൻ്റെ പ്രൈസ് ആ ഒരു ഫാനിന് പോലും, ഹാർഡ് കോർ ഫാനിന് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇന്ത്യയിൽ നല്ല രീതിയിൽ അവർക്ക് സെയിൽ വന്നില്ല. അപ്പോൾ പ്രൈസ് വലിയൊരു ഘടകമാണ്. അത്രയും വലിയൊരു കമ്പനി, അത്രയും വലിയ ടെക്നോളജി ഉള്ള ഒരു കമ്പനിക്ക് പോലും ഒരു മാർക്കറ്റിൻ്റെ ഒരു നിശ്ചിത ഭാഗം ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് തന്നെയാണ്. പ്രൈസാണ് അതിൻ്റെ ക്വാളിറ്റിയിലൊന്നും ആരും ഒരു തർക്കം പറയാത്തൊരു പ്രൊഡക്റ്റാണ്. എല്ലാവരും എടുക്കുന്നത്, ഈവൻ ഹാർഡ് കോർ ഫാൻസ് പോലും എടുക്കുന്നത് കഴിഞ്ഞ വർഷം ഇറങ്ങിയത്, കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഇറങ്ങിയ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ യൂസ്ഡ് പ്രൊഡക്റ്റൊക്കെയാണ് വാങ്ങുന്നത്. കാരണം മാർക്കറ്റിൽ ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. അവർ തന്നെ ആ ഒരു നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് അവർ തന്നെ സൊല്യൂഷനിലും ചീപ്പായിട്ടുള്ള സൊല്യൂഷൻ നമ്മുടെ മാർക്കറ്റിലുള്ളപ്പോൾ അധിക ആളുകളും ചീപ്പർ സൊല്യൂഷനാണ് പിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ പ്രൈസ് നിങ്ങൾ എപ്പോഴും പ്രീമിയത്തിൽ സെല്ല് ചെയ്യാം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാല്യൂ അഡീഷൻ നടത്തി ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആ പ്രൊഡക്റ്റ് വിറ്റ് പോവില്ല. സെയിൽസ് വോളിയത്തിനെ നല്ല രീതിയിൽ അത് ബാധിക്കും. അതുകൊണ്ടാണ് പല വലിയ കമ്പനികളും ഇന്ത്യയിൽ വരാൻ നേരത്ത്, ഇപ്പോൾ യൂബറിൻ്റെ സിഇഒയുടെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റാണെന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇന്ത്യക്കാർക്ക് നല്ലത് വേണം, അതാണ് തരക്കേടില്ലാത്ത ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് വേണം, പക്ഷെ പേ ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ അതിന് പേ ചെയ്ത് വാങ്ങാൻ അവർക്ക് പറ്റില്ല, ചീപ്പർ പ്രൈസിൽ തന്നെ കിട്ടണം. അപ്പോൾ പ്രൈസ് നിങ്ങൾ എപ്പോഴും ഒരു മുഖവിലക്ക് എടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഒരു മാർക്കറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളൊരു പ്രൊഡക്റ്റ് കണ്ടു, നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്, എന്തും ആയിക്കോട്ടെ, ആദ്യം നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് നല്ല രീതിയിൽ സെയിൽസ് വോളിയം കിട്ടണമെങ്കിൽ സൊസൈറ്റിയിലെ അധിക ആളുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ എന്നുള്ള ചോദ്യം ആദ്യം ചോദിക്കുക. രണ്ടാമത് ചോദിക്കേണ്ടത് തരക്കേടില്ലാത്ത ക്വാളിറ്റി ആണോ എന്നുള്ളത് രണ്ടാമത് ചോദിക്കുക. ഏറ്റവും അവസാനത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അഫോർഡബിൾ പ്രൈസിൽ, ആളുകൾക്ക് താങ്ങാവുന്ന പ്രൈസിൽ അത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കുക. എവിടെ നിങ്ങളൊരു പ്രൊഡക്റ്റ് കണ്ടാലും
ഈ 3 ചോദ്യങ്ങൾ നല്ല രീതിയിൽ ചോദിച്ചാൽ തരക്കേടില്ലാതെ പോകാനായിട്ട് സാധിക്കും. ഇനി പലർക്കും സംശയം തോന്നിക്കുക എങ്ങനെയാണ് ഈ വില മനസ്സിലാവണം? ഓരോ സെഗ്മെന്റിലും ഓരോ വിലയാണല്ലോ. ഇപ്പൊ 500 രൂപ ടീഷർട്ടിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിലക്കുറവാണ്, ഒരു മീഡിയം റേഞ്ച് പ്രൈസാണ്, അത് വലിയ വില എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ 1 കിലോ പഞ്ചസാരക്ക് 500 രൂപ എന്ന് പറഞ്ഞാൽ നല്ല വിലയാണ്. അപ്പോൾ എവിടെ നിന്ന് കിട്ടും? ഓരോ കാറ്റഗറിയിലെയും ഓരോ പ്രൈസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസുകൾ നോക്കാം. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ കയറി നിങ്ങളുടെ പ്രൊഡക്റ്റ്, ഇപ്പം നിങ്ങൾ ഇറക്കാൻ പോകുന്ന സെയിം പ്രൊഡക്റ്റ് ഒരു പക്ഷേ അതിലൊന്നും കണ്ടില്ലെങ്കിലും ആ ഒരു കാറ്റഗറിയിൽ എന്ത് വരെ കസ്റ്റമേഴ്സ്, ഏത് പ്രൈസ് വരെ കസ്റ്റമേഴ്സ് പേ ചെയ്യാൻ റെഡി ആണെന്നുള്ളത് നമുക്കവിടെ കാണാൻ പറ്റും. അത് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണല്ലോ. അപ്പോൾ അത് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ലോക്കൽ റീറ്റെയിൽ ഷോപ്പുകൾ നോക്കുക. അപ്പോൾ ഇവരുടെ എല്ലാം പ്രൈസ് നോക്കിയതിന് ശേഷം മാത്രം ആ ഒരു റേഞ്ചിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഇറക്കുക. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് കാര്യമില്ല. കാരണം നമുക്കത് വിറ്റ് പോകണം, അഫോർഡ് ചെയ്യാനുള്ള ആളുകൾ വേണം. പിന്നെ പ്രൈസ് നിശ്ചയിക്കാൻ നേരത്തെ ഞാൻ വേറൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. മാജിക് പ്രൈസ് പോയിന്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും 199 രൂപ അല്ലെങ്കിൽ 299 രൂപ, 300 രൂപയിൽ നിന്ന് 1 രൂപ കുറവുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ പിടിക്കാൻ നേരത്ത് ഇപ്പം എല്ലാ കോസ്റ്റും നിങ്ങൾ കൂട്ടി വന്നു, നിങ്ങൾ സകല കോസ്റ്റുകളും കൂട്ടി വരാൻ നേരത്ത് 210 രൂപയാണ് നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് ഇടാൻ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ കഴിയുമെങ്കിൽ അത് 199ലേക്ക് ചുരുക്കുക, 199ലേക്ക് ആക്കാം. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു 11 രൂപയുടെ ഡിഫറൻസാണ് വന്നോളൂ. അപ്പോൾ പരമാവധി 210 വില ഇടാതെ നിങ്ങൾ 199 എന്നുള്ള പ്രൈസ് ഇടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 200-ന് താഴെ 1 രൂപയുടെ വ്യത്യാസമുള്ളൂ. എങ്കിലും കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ 200-ന് താഴെ എന്നുള്ള അവരാ ഒരു എന്താ പറയുക, സബ് കോൺഷ്യസ്ലി അവർ അങ്ങനെ ചിന്തിക്കും. അപ്പോൾ അവിടെ സെയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 210 വരാൻ നേരത്ത് 210 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ എന്നറിയാം. എന്നാലും നിങ്ങൾ 199 ഇടാൻ നേരത്ത് അതൊരു മാജിക് പ്രൈസ് പോയിന്റ് ആണ്. എല്ലാ ബ്രാൻഡുകളും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഐക്യകണ്ഠേന അംഗീകരിച്ചൊരു കാര്യമാണ് ഇങ്ങനത്തെ പ്രൈസ് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങളും അത് പരമാവധി ഫോളോ ചെയ്യാൻ നോക്കാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.